ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അപ്പം രോഹിത്തും അലീനയും തിരിച്ച് ശരണേനെ കണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കൊതിക്കുറവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കൃഷ്ണമോളെ കൊണ്ടുപോയില്ല. മാത്രല്ല കൃഷ്ണമോളോട് ഒരു വാക്ക് പറഞ്ഞില്ല. അങ്ങനെ കൃഷ്ണമോള് പറഞ്ഞപ്പോ ആളെണ്ണം കൂടിയല്ലോ, അപ്പൊ പിന്നെ നമ്മളെ ഒന്നും വേണ്ടല്ലോ. അപ്പൊ അലീന പറഞ്ഞു, ഓ ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞില്ല. ഓ, അതൊന്നും അല്ല പ്രശ്നം. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ഓ, എന്ത് മനസ്സിലായെന്ന്? എന്താണ് പ്രശ്നം എന്ന്? എന്താ പ്രശ്നം അത് പറ. അത് പിന്നെ ഇത് കുശുമ്പ്. ഇത് വെറും കുശുമ്പ്. അതെ, കുശുമ്പ് തന്നെയാ. വെട്ടണം, കുത്തണം, ഓടിക്കണം എന്ന് പറഞ്ഞ് ദുഷ്ടനെ അല്ലേ ഇപ്പൊ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകുന്നത്. എന്നോടൊരു വാക്ക് ചോദിച്ചോ കൂടെ വരുന്നോന്ന്? ഓ, അതായിരുന്നോ കാര്യം? അത് തന്നെയാ കാര്യം. എന്നെ കൊണ്ടുപോകായിരുന്നല്ലോ ശരണേച്ചിയുടെ വീട്ടിലേക്ക്. എനിക്കും അവിടെ വരണമെന്നും അവരെയൊക്കെ കാണണമെന്നും ആഗ്രഹമില്ലായിരുന്നോ? അത് പിന്നെ മോളെ, അവനെ ഇപ്പൊ കൊണ്ടുപോയത് വേറൊന്നും കൊണ്ടൊന്നും അല്ല. അവരൊന്ന് പഠിക്കാനും അവരെങ്ങനത്തെവരാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയാ. പിന്നെ ഇവൻ പറയാതെ മിച്ചം വെച്ചു പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതും കൂടെ തീർക്കണമായിരുന്നു. അതാണ് കാര്യം. മനസ്സിലായോ വല്ലോ? ഞാൻ ആ സൈഡിൽ ചുമ്മാ റിയാക്ഷൻ ഇട്ട് നിന്നേനെ. ഞാൻ അവിടെ ഉണ്ടെന്ന് ആരും അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഓ, ഇനി ഞാൻ ഓർത്തു വെച്ചോളാമേ. ഓർത്തു വെച്ചാൽ കൊള്ളാം. അപ്പോഴത്തേക്ക് രോഹിത് പറഞ്ഞല്ല, ഞാൻ വേറെ എവിടെയാ അലീന ചേച്ചിയുടെ കൂടെ പോയത്. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ നേരത്തെ പോയത്? അത് പിന്നെ കോളേജിലെ കാര്യത്തിനല്ലേടി. ഓ, അതൊന്നും എനിക്കറിയണ്ട. പോയില്ലേ, അത്രയും തന്നെ ഉള്ളൂ. അപ്പൊ അലീന ചോദിച്ചു, അല്ല ബബിത എന്തി? ഇപ്പൊ ഒരു ചായ ഇട്ട് തന്നിട്ട് റൂമിലേക്ക് അങ്ങ് പോയതേ ഉള്ളൂ. അല്ല, ഇതെന്ത് ചേച്ചിയുടെ കയ്യില്? ഇത് മറ്റൊരു പ്രശ്നം. ഇതെന്ത് പ്രശ്നമാ? അതെന്താ ചേച്ചി? അതൊക്കെ ഉണ്ട്, അതൊക്കെ നിനക്ക് പറഞ്ഞു തരാമേ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ കൃഷ്ണമോള് ചോദിച്ചു, അല്ല പോയ കാര്യം എന്തായി? എങ്ങനെയുണ്ടായിരുന്നു രോഹിതേട്ടനെ കണ്ട റിയാക്ഷൻ? എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. അവരെല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടിയ നമ്മളെ കാണുന്നത്. അവരുടെ ഉള്ളിന്റെ ഉള്ളില് നല്ല സ്നേഹവും ദയൊക്കെ ഉള്ളവരാ. അതുകൊണ്ട് അവരെന്നോട് ക്ഷമിച്ചത്. അവിടുന്ന് ഭയങ്കര സന്തോഷത്തോടെയാ കൃഷ്ണമോളെ ഞാൻ ഇറങ്ങിയത്. അപ്പൊ ഒരു ചീത്ത പോലും രോഹിതേട്ടൻ കേട്ടില്ലേ? ദേ കൃഷ്ണേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ? ഞാനും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എന്നോട് എല്ലാവരും മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോ. അപ്പൊ അലീന പറഞ്ഞ, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. അവരുടെ കയ്യിലുള്ള വീടും ക്യാഷൊന്നും അല്ലെന്നേ. അവരുടെ സന്ദർഭവും അവരുടെ പ്രവൃത്തിയും ഒക്കെയാണ് അവര് നന്മ ചെയ്യുന്നത്. എന്തായാലും രോഹിതേട്ടൻ ആ ചേച്ചിയോട് സംസാരിച്ചു കാണുമല്ലോ? സംസാരിച്ചു. ഞാൻ ക്ഷമ പറഞ്ഞു. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്തോളാന് ഞാൻ പറഞ്ഞു. വെരി ഗുഡ്. എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ കാര്യം നടന്നല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ കുടിക്കാൻ വേണ്ടത്? ചായ വേണോ ജ്യൂസ് വേണോ? അത് പിന്നെ എനിക്ക് ജ്യൂസ്. എനിക്ക് ചായ. അത് പറ്റത്തില്ല, ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം മതി. എന്നാ പിന്നെ ലെമൺ ജ്യൂസ് ആയിക്കോട്ടെ. എന്നാ പിന്നെ ചായ എടുക്കാം. ചായയോ? ഞാൻ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞത്. അത് പിന്നെ ചായ എടുക്കാന്ന് പറഞ്ഞത് അവിടെ ബബിത ചേച്ചി ഇട്ടന്റെ ബാക്കി ഇരിപ്പുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഓ, അമ്പടി കള്ളി, എളുപ്പ വഴിയാണല്ലേ എന്ന് പറഞ്ഞാൽ 3 പേരും കൂടെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഈ സമയത്ത് ബബിത തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചോണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന കയറി വന്നേ. അലീന കയറി വന്നതും നമ്മുടെ ബബിത അലീനയെ കണ്ടു. അലീനെ കണ്ടതും പെട്ടെന്ന് തിരിഞ്ഞിട്ട്, ആഹാ, സർക്കിട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എത്തി മോളെ. അല്ല സർക്കിട്ട് പോയിട്ട്, അത് പിന്നെ സർക്കിട്ട് പോയിട്ട് എന്താകാനാ? അല്ല നീ ഭയങ്കര പണിയിലാണല്ലോ ബബിതെ. അതെ, ഇത്തിരി പണിയില. ഓ, ഇപ്പന്തേ ഒരു തിട ജാടയും പരിഭവം പറച്ചിലൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പൊ നിന്റെ വക ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് താ. അയ്യോ, ജാടയോ? അതൊന്നും എനിക്ക് കാണിക്കാൻ വയ്യ, എനിക്ക് പണിയുണ്ട്. എന്തായാലും വന്നതല്ലേ, പോയിട്ട് എന്തായി? രോഹിതേട്ടൻ അടിമേടിച്ചു കൂട്ടിയോ? ഓ, സമയമില്ലാത്ത ആള് കേക്കണ്ട, ഞാൻ പിന്നെ വരാം. എന്നാ ശരി, പറയണ്ട, ഞാൻ എന്റെ പണി ചെയ്തോളാം. അയ്യോ, അങ്ങനെ ഇപ്പൊ ചെയ്യണ്ട. ഇനി ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ബബിത പണി ചെയ്താൽ മതി. എന്നാ പിന്നെ അപ്പൊ പറ, പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? രോഹിയേട്ടനെ ഒന്നും പറഞ്ഞില്ലേ? രോഹിയേട്ടനെയും ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാ, നല്ല സ്നേഹത്തിലാ എല്ലാവരും സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ. അല്ല, ഈ ശരണ്യക്ക് 2 ആങ്ങളയും അതുപോലെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ, ഒരടി പോലും കൊടുത്തില്ലേ ആരും? ഓഹോ, അത് കൊള്ളാലോടി. ആഹാ, ദേ ഞാൻ കൂടെ ഉള്ളപ്പം അവനെ ആരെങ്കിലും ഉപദ്രവിക്കുവോ? അതിന് ഞാൻ സമ്മതിക്കുവോ?
അല്ല, നാട്ടുകാരുടെ മൊത്തം അടി ഒറ്റയ്ക്ക് മേടിച്ചതാണല്ലോ. അതുകൊണ്ട് അടി കിട്ടിയാലും അത് ഏറ്റുമേടിക്കാനുള്ള ആള് കൂടെ ഉണ്ടല്ലോ. ഓഹോ, അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അടി കിട്ടണമായിരുന്നല്ലേടി. അത് പിന്നെ രണ്ടെണ്ണത്തിന് ഒരു അടിയുടെ കുറവുണ്ട്. എന്നിട്ട് ബാക്കി പറ. പിന്നെന്താ, ഞാൻ ശരണ്യ എടുത്ത് പഠിപ്പ് തുടരുന്നതിനെ കുറിച്ച് സംസാരിച്ചു. എന്ത് ഹെൽപ്പിനും ഞങ്ങളുണ്ടെന്ന് വാക്കും കൊടുത്തു. വെരി ഗുഡ്, അത് നന്നായിട്ടോ അലീന ചേച്ചി. രോഹിയേട്ടൻ ഓക്കെ ആയോ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും? അവിടെയുള്ള എല്ലാവരോടും അവ സംസാരിച്ചു മോളെ. അവരോടൊക്കെ ക്ഷമയും പറഞ്ഞു. എന്തായാലും എല്ലാവരും ഹാപ്പി ആയല്ലേ? അതെ അതെ, ഹാപ്പി ആയി. പിന്നെ ഞങ്ങള് ഇങ്ങോട്ടേക്ക് പോന്നു. അല്ല, ചായ കുടിച്ചോ? ആ, ചായ കുടിച്ചു. അവിടുന്ന് ചായ കുടിച്ചായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ബബിത മേഡം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന്. എന്നാ പിന്നെ അതും കൂടെ കുടിച്ചേക്കാന്ന് വെച്ചു. എന്നാ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഒന്നുകൂടി ചായ ചൂടാക്കാം. എങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ബബിത പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അലീന പെട്ടെന്ന് ബബിതനെ വിളിച്ചു കേട്ടോ. എന്നിട്ട് ബബിതയുടെ മുമ്പിലേക്ക് ഒരു കവർ ഇങ്ങനെ നീട്ടുകയാണ് കേട്ടോ. ഇതെന്താ? ഇതേ ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ. എന്ത്? ഒരു ചെറിയ ഗിഫ്റ്റ്. അത് പിന്നെ നിനക്ക് മാത്രം ഞാൻ ഇതുവരെ ഒന്നും മേടിച്ചു തന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്തു നിനക്ക് വേണ്ടി മേടിക്കാന്ന്. ഓ, അവിടെ കാണാൻ വെച്ചേരെ. ഏ അത് പറ്റത്തില്ല. ഇത് നീ തന്നെ മേടിക്കണം. അത് പിന്നെ ഞാൻ മേടിച്ചു തന്നതിന്റെ കണക്ക് തീർക്കാനായിട്ടാണ് ഇത് തന്നത്. നീ മേടിച്ചു തന്നത് കൊണ്ടൊന്നും അല്ല. ഇത് വാങ്ങിക്ക് പെണ്ണെ, ചുമ്മാ ദേ എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ, മേടിച്ചേ. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത മേടിച്ചിട്ട് അത് കട്ടിലേക്ക് ഒരു ഒറ്റ ഏറെറിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ മുഖമൊക്കെ അങ്ങ് മങ്ങിയേ. അലീന അങ്ങ് എന്തോ പോലെയായി. അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു താങ്ക്സ്. അല്ല മോളെ, നീ അത് തുറന്നു നോക്കുന്നില്ലേ? അത് പിന്നെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും തുറന്നു നോക്കിക്കോളാന്നേ, എനിക്ക് പണിയൊന്ന് തീർക്കട്ടെ. എന്നാ പിന്നെ ശരി. എന്നാ പിന്നെ പോയി ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ചായയും സ്നാക്സും റെഡിയാക്കി വെക്കാം എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഗിഫ്റ്റിനോട് ഒരു താല്പര്യം പോലും ഇല്ലാത്ത പോലെ നമ്മുടെ ബബിനെ അങ്ങ് പോയി കേട്ടോ. അലീന പ്രതീക്ഷിച്ചത് അതൊന്നും അല്ലായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും ഇത് എന്താണ് അലീന ചേച്ചി എന്നൊക്കെ ചോദിച്ച് അത്ഭുതത്തോടു കൂടി നോക്കുന്നൊക്കെ. ഏതായാലും ആ ഗിഫ്റ്റ് അവിടെ മാറിക്കിടന്നു. അലീനയ്ക്ക് അങ്ങ് സങ്കടമായി പോയിട്ടോ. അങ്ങനെ അലീന റൂമിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതക്കള്ളി എന്തുവാ ഓടി ചെല്ലുകയാണ് ആ ഗിഫ്റ്റ് നോക്കാനായിട്ട്. അങ്ങനെ ഓടി ചെന്ന് കേട്ടോ, ഓടി ചെന്ന് ആ ഗിഫ്റ്റ് എടുത്തു. ഗിഫ്റ്റ് എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു അടിപൊളി ചുരിദാർ ഭയങ്കര ഇഷ്ടപ്പെട്ടെ നമ്മുടെ ബബിതയ്ക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടം. ബബിതയ്ക്ക് അത് കണ്ടപ്പോഴേ എന്താണെന്നറിയില്ല, ചിലപ്പം അലീന മേടിച്ചു കൊടുത്തുകൊണ്ടായിരിക്കാം അത്രക്കേറെ ഇഷ്ടം. ഏതായാലും അത് വെച്ച് നോക്കുന്നു, അത് ഇട്ട് നോക്കുന്നു, ചരിഞ്ഞു നോക്കുന്നു, നിന്ന് നോക്കുന്നു. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ അലീനയുടെ മുമ്പിൽ വെച്ച് അത് വലിച്ചെറിഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ അലീനേനെ കേട്ടോ. അപ്പൊ അലീന ഫ്രഷ് ഒക്കെ ആയി അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ജക്കിന്ന് ഒഴിച്ച് കുടിച്ചോണ്ടിരിക്കുക. സോറി, നമ്മുടെ അലീന കുടിച്ചോണ്ടിരിക്കുകയല്ല, ബാലചന്ദ്രന് മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുക. വെള്ളമൊക്കെ എടുത്തിട്ട് മെഡിസിനൊക്കെ എടുത്ത് ബാലചന്ദ്രന്റെ അടുത്താണെ വെള്ളമൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ മെഡിസിനൊക്കെ ബാലചന്ദ്രൻ കഴിച്ചു. ഏതായാലും നമ്മുടെ അലീന അപ്പം ചോദിച്ചു, അത് പിന്നെ അച്ഛാ, എനിക്ക് ഇവിടുന്ന് പോകാൻ സമയമായെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തു പറ്റിയടി? നീ എന്തിനാ ഇവിടുന്ന് ഇപ്പൊ പോകുന്നത്? ഇവിടെ ഉള്ളവരെല്ലാവരും നിന്നോട് സ്നേഹത്തിലല്ലേ? അത് പിന്നെ മേഡം ഇവിടുന്ന് പോയതിന്റെ കാരണം ഞാനല്ലേ? ഇങ്ങോട്ട് തിരിച്ചു വരാത്തതിന്റെ കാരണവും ഞാനല്ലേ? അത് നിന്റെ മേഡം പറയുന്നതല്ലേ? അവള് പറയുന്നതനുസരിച്ച് ഈ കുടുംബം നടത്തുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. എന്റെ തീരുമാനങ്ങൾ എന്താണോ അതനുസരിച്ച ഈ പ്രസ്ഥാനം ഇനി മുന്നോട്ടേക്ക് പോകുന്നത്. ഞാനല്ലേ കുടുംബനാഥന്. നിങ്ങൾ മക്കൾക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം, നല്ലതാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ തള്ളിക്കളയും. അതാ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. പിന്നെ എന്തിനാ മേഡം ഇങ്ങോട്ട് വരുന്നതിന് തടസ്സമായിട്ട് ഞാൻ നിൽക്കുന്നത്? അത് ശരിയല്ലല്ലോ അച്ഛാ. ഓഹോ, നീ പോയ ഇതെല്ലാം ശരിയാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എപ്പോഴും ചോദിക്കുന്നതല്ലേ. അത് പിന്നെ ഞാൻ പോയി കഴിഞ്ഞാല് ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ അച്ഛാ. ഓഹോ, അതോടുകൂടി നിനക്കെല്ലാം കൈയൊഴിയാലോ അല്ലേ? ഈ വീടുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്തു മുറിച്ച് പോകാനാണല്ലേ നിന്റെ പ്ലാന്? അത് പിന്നെ അച്ഛൻ ഇതിന്റെ ഉദ്ദേശശുദ്ധിയെങ്കിലും മനസ്സിലാക്ക്. എനിക്ക് ആരുടെയും നാശവും നഷ്ടവും ഒന്നും കാണണ്ട. എല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടിയല്ലേ? എടി മോളെ, നീ ഇവിടെ ഉള്ളത് കൊണ്ടാ കൂടുതൽ നാശങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ടിരിക്കുന്നത്. നീ പോയ വൈജ തിരിച്ചു വന്നേക്കും. പക്ഷെ അപ്പം ഞാൻ എന്റെ ആയുധം എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കും. എന്തായുധം? എന്തു വച്ചാ ഈ പറയുന്നത്? ഞാന് ഇവിടെ ഒരു കുടുംബ സമ്മേളനം വിളിച്ചു കൂട്ടും. എന്നിട്ട് വൈജ ആരാണെന്നും നീ ആരാണെന്നും ഞാൻ വിളംബരം ചെയ്യും. അത് വേണോ? അത് ഉടനെ ഉണ്ടാകണം. എന്റെ പൊന്നച്ച, അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യരുത്. ദൈവത്തെ ഓർത്ത്, ആ 3 മക്കളെ ഓർത്ത് അച്ഛനൊന്ന് സമീപനം പാലിക്കുക. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നീ പോയി കഴിയുമ്പം വിജയശ്രീലാളിതയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്ന വൈജയന്തിയെ പൂമാല ഇട്ട് സ്വീകരിക്കണോ? അത് പിന്നെ അങ്ങനെയൊന്നും വേണ്ട അച്ഛാ.
ഉം, ഇനി സ്നേഹിക്കാനും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനും അച്ഛന് പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ദേ ഞാനൊരു കാര്യം പറയാം. മേഡം പറയുന്നത് അനുസരിക്കണമെന്നോ കുടുംബം മേഡത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പൊ നീ പിന്നെ എന്ത് സംഭവിക്കണം എന്നാ ഉദ്ദേശിക്കുന്നത്? ഇത് തകരാതെ മുന്നോട്ടേക്ക് പോട്ടെ അച്ഛ, അത്രയും മതി. ഈ കുടുംബം രണ്ടായി പിളർന്നിട്ട് അതിലൊരു കഷ്ണത്തിൽ പറ്റിക്കൂടി ജീവിക്കാന് എനിക്ക് ഇഷ്ടമല്ല അച്ഛ. അതുകൊണ്ടാ തകർച്ച എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും തലനാരിഴ കീറി നോക്കിയാലും എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. ഞാൻ മാത്രമാ. ഞാന് ഇവിടെ വരരുതായിരുന്നു. എന്റെ നോട്ടക്കുറവ് കാരണം സംഭവിച്ചൊരു പിഴവല്ലേ ഇത്? ഈ വീട്ടില് ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടത്. അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ. വളരെ ശരിയാ നീ പറഞ്ഞത്. ആ, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ജന്മരഹസ്യം ആരും അറിയാതെ സൂക്ഷിക്കേണ്ടത് ഞാനായിരുന്നു. എനിക്ക് അതിന് പറ്റിയില്ല. അത് എന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഒരിക്കലും അറിയരുതാത്ത ആള് തന്നെ ആ രഹസ്യം ആദ്യം അറിഞ്ഞു. അത് സൂക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ലാതായിപ്പോയി. അതിൽ ഞാനൊരു കഴിവ് കെട്ടവളായിപ്പോയി. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ കുടുംബം പിളരാതെ നോക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, അതിന്റെ അവകാശമാണ്. അതുകൊണ്ട് എനിക്ക് നോക്കിയേ പറ്റൂ. എന്നെങ്കിലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായാലോ അന്ന് അച്ഛനും അമ്മയും ഒന്നിച്ചു കഴിയുന്ന ഒരു കുടുംബം ആയിരിക്കണം ഇത്. കൂടെ അച്ഛനും വേണം. അതിനുവേണ്ടി ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. ഓ, അപ്പം നീ അതങ്ങ് തീരുമാനിച്ചു, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് എന്നോട് പറയാൻ വന്നത്. അപ്പൊ ഞാൻ നിന്റെ ആരാടി? നീ പറ, ഞാൻ നിന്റെ ആരാ? നിന്റെ ലോക്കൽ ഗാർഡിയൻ ഞാൻ ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അതോ എന്നെ മാറ്റിയോ? അയ്യോ അതെ, അച്ഛൻ തന്നെയാ എന്റെ രക്ഷകർത്താവ്. വേറെ ആരും എനിക്കില്ല. എന്റെ അച്ഛൻ തന്നെ എന്റെ രക്ഷകർത്താവ്. എന്നെ ഇങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് ദുർചിത്താമമ്മി എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. മോളെ, നിനക്ക് നിന്റെ അമ്മയും കൂടപ്പിറപ്പുകളെയും ബന്ധുക്കളെയും എല്ലാവരെയും കാണാം, അവരോട് സംസാരിക്കാം, അവരോട് അവരോട് ചേർന്ന് ഇരിക്കാം. പക്ഷെ നിനക്കും അവർക്കും ഇടയിൽ ഒരു ചില്ല് ബന്ധം ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ വേണം. ആ ഓർമ്മ അത് എപ്പോഴും ഉണ്ടാകണം. ആ ചില്ലുബന്ധം പൊട്ടാൻ പാടില്ല. പക്ഷെ എന്റെ സൂക്ഷ്മത കുറവ് കാരണം ആ ചില്ല് ഭിത്തി തകർന്നു പോയില്ലേ അച്ഛ? അതുകൊണ്ടല്ലേ അച്ഛ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത്? ഇന്നലെ രാത്രിയും ഞാന് കരഞ്ഞ് ബ്രിജിത്താമ്മയോട് ചോദിച്ചു എന്താ ചെയ്യണ്ടേന്ന്. അപ്പം അപ്പോഴും ബ്രിജിത്താമ്മ എന്നോട് പറയുന്നതേ, നീ ഇവിടുന്ന് പോയിക്കോ, അതിനുള്ള സമയമായി. ഇതാ എനിക്ക് കിട്ടിയ ഉത്തരം. അപ്പൊ പിന്നെ ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? എന്റെ ബ്രിജിത്താമ്മ പറയുന്നത് എനിക്ക് കേൾക്കണം. പക്ഷെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ഛനാ എനിക്ക് വഴി കാണിച്ചു തരേണ്ടത്. അച്ഛൻ എവിടെ പോകാൻ പറയുന്നോ ഞാൻ അവിടെ പോകും. ഓ, വൈജ ആദ്യം ഈ വീട് ഇട്ട് പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അന്ന് നീയേ എന്റെ കൂടെ നിന്നു. അത് പിന്നെ അന്നച്ഛനും ഒറ്റയ്ക്കല്ലായിരുന്നോ? മക്കളെല്ലാം മേഡത്തിന്റെ കൂടെ അല്ലായിരുന്നോ? ഞാൻ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ തകർന്നു പോയേനെ, ഈ കുടുംബം തകർന്നു പോയേനെ. അതുകൊണ്ടാ ഞാൻ അന്ന് അച്ഛന്റെ കൂടെ നിന്നത്. ഇന്ന് മക്കള് 3 പേരും അച്ഛന്റെ കൂടെയുണ്ട്. മേഡം ഇവിടെ ഒറ്റയ്ക്കാ. അപ്പം നീ വൈജയുടെ ഒപ്പം ചേർന്ന് ബലാബലം തുല്യപ്പെടുത്തുകയാണല്ലേ? മനസ്സിലായി. അതേതായാലും കൊള്ളാം. വൈജ ഇവിടെ തിരിച്ചെത്തിക്കണം നിനക്ക്. മോളെ, അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആവുന്ന നീ പറയുന്നത്? ഇല്ലായിരിക്കും അച്ഛാ. പക്ഷേ അച്ഛൻ കുറച്ചു നാള് ക്ഷമയോടുകൂടി ഇരിക്കണം. എന്തെങ്കിലും ഒരു മാറ്റം വരും. അതിനുവേണ്ടി അച്ഛൻ വെയിറ്റ് ചെയ്യണം. ഓ, ഞാൻ വൈജയ്ക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കഴിഞ്ഞ 22 വർഷവും അവൾ എന്നെ തോൽപ്പിച്ചത് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും. ഇനി അവളുടെ മുമ്പിൽ എനിക്ക് മുട്ടുമടക്കാൻ പറ്റില്ല മോളെ. എന്റെ പൊന്നച്ഛ, ഇപ്പൊ ആരാ ജയിച്ചു നിൽക്കുന്നത്? അച്ഛനല്ലേ ജയിച്ചു നിൽക്കുന്നത്. മേഡം എപ്പോഴും തോറ്റുപോയി. അച്ഛൻ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ജീവിതം അവസാനം വരെ മേഡത്തെ തോൽപ്പിക്കാനുള്ള ആയുധം അച്ഛന്റെ കയ്യിലുണ്ടെന്ന് അച്ഛൻ തന്നെ പറയാറുണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നു ഇതിന്റെ ഇടയിൽ? മേഡത്തിന്റെ മുമ്പിൽ ഇനി ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. അച്ഛന്റെ മുമ്പിൽ മേഡം ഇനി ഒരിക്കലും ജയിക്കത്തില്ല എന്ന് അച്ഛൻ അറിയാലോ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന കയ്യിൽ അങ്ങ് പിടിച്ചു കേട്ടോ. കൈ പിടിച്ചിട്ട്, ഇത്രയും നാള് അച്ഛൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചില്ലേ, അച്ഛന്റെ കൂടെ നിന്നില്ലേ? ഇനിയെങ്കിലും ഇനിയെങ്കിലും എന്നെ എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഞാന് മക്കളുടെയൊക്കെ കൂടെ നിന്ന് മക്കളെയൊക്കെ നന്നാക്കിയില്ലേ? എല്ലാവരെയും അച്ഛന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചില്ലേ? ഇനി ഞാൻ പോയിക്കോട്ടെ അച്ഛ, പോകരുതെന്ന് പറയരുത് അച്ഛ. എന്നെ കൊണ്ട് ഇത്ര പറ്റത്തുള്ളൂ. ഇതിൽ കൂടിയാലൊന്നും ഞാൻ കൂടത്തില്ല അച്ഛ. ഞാൻ പൊക്കോട്ടെ അച്ഛ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലിട്ടോ. നമ്മുടെ ബാലചന്ദ്രന്റെ മുഖമൊക്കെ അങ്ങോട്ട് ചുമന്ന് കുടുകൂടാ അങ്ങ് കണ്ണുനീരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ
ബാലചന്ദ്രൻ പറഞ്ഞു, അല്ല നീ പോയാൽ ഞാൻ എന്റെ മക്കളോട് എന്ത് സമാധാനം പറയും? അച്ഛന് എന്തുകൊണ്ട് അച്ഛന്റെ മകളെ പറഞ്ഞയച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ ഒരു ന്യായം വേണ്ടേ എനിക്ക്? ഞാൻ എന്ത് പറയും? ഒരച്ഛനും ഒരു ഒരു മകളെ ഇങ്ങനെ വിട്ടയച്ചു കളയുവോ? അത് അവർക്കറിയില്ലേ? അത് പിന്നെ കൃഷ്ണമോൾക്ക് അറിയില്ലേ ഞാൻ അച്ഛന്റെ മകളല്ല എന്ന്? ഉം രോഹിത്തിനും അറിയാം ഞാൻ അച്ഛന്റെ മോളല്ല എന്ന്. ഏ കൃഷ്ണമോൾക്കറിയാം ഞാൻ അച്ഛന്റെ മോളല്ല എന്ന്. അത് ശരിയാണ്. അല്ല, രോഹിത് എങ്ങനെ അറിഞ്ഞു? അത് അത് പിന്നെ എനിക്ക് പറയേണ്ടി വന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് കൈ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, ആരോട് ആരോട് ചോദിച്ചിട്ട്? അല്ല, ഞാനല്ലേ അവരോടൊക്കെ പറഞ്ഞത് നീ എന്റെ മകളാണെന്ന്. അപ്പൊ ഞാൻ ആരായി അലീന? ഞാൻ ആരായി? സ്വന്തം മക്കളോട് നട്ടാക്കുരുക്കത്തെ കള്ളം പറഞ്ഞൊരുത്തനായി പോയില്ലേ ഞാന്? അത് പിന്നെ അച്ഛൻ ദേഷ്യപ്പെടാതെ പ്ലീസ്. ഇത് ശരിയല്ല അലീന, നീ കാണിച്ചത് ശരിയായില്ല. ദേ, നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയല്ലേ ഞാൻ കള്ളത്തരം പറഞ്ഞ എല്ലാവരെയും വിശ്വസിച്ചത്. ഇപ്പൊ ഞാൻ കള്ളനായില്ലേ? വെറും കള്ളൻ. അത് പിന്നെ അച്ഛനൊന്ന് ക്ഷമിക്ക്. അച്ഛനൊന്നും ദേഷ്യപ്പെടല്ലേ. ഇത് ശരിയല്ല മോളെ, ഇത് ശരിയല്ല. ഇത് ഒരിക്കലും ശരിയല്ല. ഞാൻ നിന്നെ മോളെ പോലെയല്ലേ കരുതി കൂടെ നിർത്തിയത്, സ്നേഹിച്ചത്. എന്നെ നീ തള്ളി പറഞ്ഞു. നീ നീ എന്താ പറഞ്ഞത്? ഇയാൾ എന്റെ അച്ഛനല്ല, ഇയാളെ ആവശ്യമില്ലെന്ന്. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛ ഒരിക്കലും അങ്ങനെ പറയല്ലേ. ഞാൻ പറയുന്നത് കേക്കച്ച. വേണ്ട വേണ്ട, മതി, നീ നിർത്ത്. നിനക്ക് പോണം, അതല്ലേ വേണ്ടത്. അതിനുള്ള വഴി നീ തെളിയിച്ചു കഴിഞ്ഞു. സ്വയം എല്ലാം തെളിയിച്ചല്ലോ. ഇനിയിപ്പൊ എന്തിനാണ് തെളിയിക്കാൻ വേറൊരാള്? പൊക്കോ, നീ നിന്റെ ഇഷ്ടമുള്ള വഴിയെ പൊക്കോ. അത് പിന്നെ അച്ഛ പ്ലീസ് അച്ഛ. പൊയ്ക്കോളാൻ ഞാൻ സമ്മതിച്ചു. പൊയ്ക്കോ പൊയ്ക്കോ, ഇനി ഒരു വാക്കും ചോദിക്കണ്ട, ഒന്നും സംസാരിക്കുകയും വേണ്ട. ഈ സമയത്ത് അലീന പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴും ബാലചന്ദ്രൻ ഒന്നേ പറയാനുള്ളൂ, പൊയ്ക്കോ പൊയ്ക്കോ, നീ എന്റെ മുമ്പിൽ നിൽക്കരുത് എന്ന് പറഞ്ഞ അലീന നേരെ പുറകിലും ബാലചന്ദ്രൻ തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. കൈ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, എനിക്ക് കാണണ്ട, പൊയ്ക്കോ പൊയ്ക്കോ എന്ന്. അലീന പതുക്കെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. ബാലചന്ദ്രന് സത്യം പറഞ്ഞ എന്ത് പറയണം എന്നറിയില്ല. ബാലചന്ദ്രന് സത്യത്തിൽ ഇപ്പം അലീന പോകുന്നതിന്റെ പ്രശ്നമാണ്, രോഹിത്തൊക്കെ അറിഞ്ഞതിന്റെ പ്രശ്നമല്ല കേട്ടോ. അലീന പോകുന്നതിന്റെ നല്ലൊരു ഇത് മനസ്സിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എന്താ പറയാ, ഒരു ചെറിയൊരു ഇത് കിട്ടിയപ്പോ അതിൽ കയറി പിടിച്ചിട്ട് ദേഷ്യപ്പെട്ടത്. പോവരുത് എന്ന് പറഞ്ഞ ഒത്തിരി ദേഷ്യപ്പെടാൻ പറ്റത്തുമില്ലല്ലോ. അപ്പം ഈ ഒരു സംഭവം രോഹിത് അറിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വെറും പൊട്ടനായില്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടാലോ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്കും ബബിത എന്ത് ചെയ്തു? പതിയെ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അലീന ഭയങ്കര കരച്ചില്. അലീനയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബബിത അലീനയെ തന്നെ നോക്കിയിട്ട്, ഇത് എന്ത് പറ്റി കരയുന്നത് ചേച്ചി? അറിയില്ലല്ലോ. അങ്ങനെ പതുക്കെ അലീന സ്റ്റെയർ ഇറങ്ങി വരികയാണ്. അല്ല, ചേച്ചി എന്നതിനെ കരയുന്നത് എന്ന് ബബിത. അപ്പൊ അലീന പറഞ്ഞു, കരയാനോ? ഞാനോ? ആ സ്റ്റെപ്പിൽ നിന്ന് കണ്ണു ഉടക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. അയ്യേ മോളെ, അത് ഞാൻ കണ്ടായിരുന്നേ. അച്ഛൻ വഴക്ക് പറഞ്ഞു അലീന ചേച്ചീനെ. ഇല്ല, എന്നെ വഴക്ക് പറഞ്ഞില്ല. പിന്നെ എന്തിനാ കരയുന്നത്? എന്താ പ്രശ്നം? ഒന്നുമില്ല. അല്ല, പറയരുത് കേട്ടോ. തല പോയാലും പറയരുത്, ഒരു കാര്യവും പറയരുത്. അവനവന്റെ പ്രയാസം ആരോടും പറയരുത്. ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യത്തിനും ഓടി നടക്കൂല്ലോ. എന്താ ചേച്ചി ഇത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയ്. അത് പിന്നെ ഒന്നുമില്ല മോളെ, ഞാനൊന്ന് റൂമിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അലീന റൂമിലേക്ക് പോയി ഡോർ അടച്ചു കേട്ടോ. ഇത് കഴിഞ്ഞ് നേരെ ബബിത ചെന്നിട്ട് രോഹിത്തിനോടും കൃഷ്ണമോളോടും പറഞ്ഞു, അലീന ചേച്ചി കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടു മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പം. അത് പിന്നെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കാണുന്നു നമ്മുടെ രോഹിത്. അപ്പൊ കൃഷ്ണമോള് ചോദിച്ചു, അല്ല ബബിത ചേച്ചി ചോദിച്ചില്ലേ? ചോദിച്ചോന്നോ? കരയുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്കും കരഞ്ഞില്ല, ഒന്നുമില്ല എന്നൊക്കെയാ പറയുന്നത്. കണ്ണും മുഖവും കണ്ടാൽ നമുക്കറിയത്തില്ലേ കരഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ കൃഷ്ണമോൾ ഇങ്ങനെ ചിന്തിക്കാണ് കേട്ടോ, എന്തൊക്കെയോ ആലോചിക്കാണ്ട് പറഞ്ഞു, എന്നതായിരിക്കും കാരണം? എന്തിനായിരിക്കും കരഞ്ഞത്? എനിക്ക് തോന്നുന്നത് ചേച്ചി ഇവിടുന്ന് പോകുന്നത് അച്ഛനോട് പറഞ്ഞു കാണുമായിരിക്കും. അപ്പൊ അച്ഛൻ വഴക്ക് പറഞ്ഞായിരിക്കും. അതായിരിക്കും സംഭവം. അപ്പം നമ്മുടെ രോഹിത് പറഞ്ഞു, കൃഷ്ണമോള് പറഞ്ഞ ശരി, അതിനൊരു സാധ്യതയുണ്ട്. അച്ഛൻ സമ്മതിച്ചു കാണത്തില്ല, നല്ല വഴക്ക് കൊടുത്തു കാണും, അതായിരിക്കും കരഞ്ഞത്. അതിത്ര സീരിയസ് ആയിട്ട് എടുക്കണോ? പോകേണ്ടി വന്നാലോ എന്നൊരു ഐഡിയ മാത്രല്ലേ ഉള്ളൂ. ചേച്ചി പോകുന്നു പറഞ്ഞ പോകുന്നു തന്നെ രോഹിതയുടെ അർത്ഥം. അപ്പം ബബിത പറഞ്ഞു, അല്ല അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കരയാൻ എന്താ ഇരിക്കുന്നത്? രണ്ടുപേരും തമ്മിൽ ഉടക്കി, അത് ഉറപ്പാണെന്നേ. ചേച്ചി പോകാൻ വാശി പിടിച്ചു കാണും, അച്ഛൻ പോവണ്ടെന്ന് പറഞ്ഞു കാണും, അതിനെതിരെ ഉറച്ചു നിന്ന് കാണും. അല്ല, പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞാല് പിന്നെ ചേച്ചി കേക്കണ്ടേ? അനുസരണ വേണോ, അച്ചടക്കം വേണം എന്നൊക്കെ നമ്മളോട് പറയില്ലേ, അത് ചേച്ചിക്ക് ബാധകല്ലേ? അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അച്ഛൻ പറഞ്ഞതെല്ലാം അനുസരിച്ചല്ലേ ചേച്ചി ഇവിടെ നിൽക്കുന്നത്.
അത് പിന്നെ അങ്ങനെ വേണമല്ലോ. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, പക്ഷെ ഈ കാര്യത്തിൽ ചേച്ചി തീരുമാനം എടുത്ത് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ പറഞ്ഞാലും അനുസരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെയാ ശരിയാവുന്നത് കൃഷ്ണമോളെ? അച്ഛന്റെ മകളല്ലേ, അപ്പൊ അച്ഛന്റെ മകളെ അച്ഛൻ അനുസരിപ്പിക്കാൻ പറ്റത്തില്ലേ? അതിന് അലീന ചേച്ചി അച്ഛന്റെ മകളാവണ്ടേ എന്ന് പെട്ടെന്ന് നമ്മുടെ രോഹിത് പെട്ടെന്ന് ബബിത ഞെട്ടിപ്പോവാണ് കേട്ടോ. ഏ അപ്പം അലീന ചേച്ചി അച്ഛന്റെ മകളല്ലേ? ഏ എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനല്ലേ പറഞ്ഞത് അച്ഛന്റെ മകൾ അലീന ചേച്ചിന്ന്? അപ്പൊ രോഹിത് പറഞ്ഞു, അല്ല, ഒരിക്കലും ഒരിക്കലും അല്ല, അലീന ചേച്ചി അച്ഛന്റെ മകളല്ല. അപ്പൊ വീണ്ടും നമ്മുടെ ബബിതയുടെ മുഖമൊക്കെ എന്തോ പോലെ ആയിട്ടോ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.